ഗൈസ്, എല്ലാവർക്കും അക്ഷയ് പ്രോ ഗെയിമറിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഗെയിം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഏവരുടെയും ഫ്രീ ഫയർ മാക്സ് ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഓട്ടോമാറ്റിക് ആൾക്കാർ നമ്മൾ കളിക്കുന്ന ഗെയിമാണ് ഇത്. അപ്പം ഇത് നമ്മൾ മാക്സ് ആണ് കളിക്കുന്നത്, ഫ്രീ ഫയർ മാക്സ് ആണ്. അപ്പം ഇതിൻ്റെ ഫ്രീ ഫയർ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ട്, ഫ്രീ ഫയർ മാക്സ് എന്ന് പറഞ്ഞ പുതിയതായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ എടുത്തിട്ടുണ്ട് ഇത് ഗെയിം പ്ലേ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരുന്ന ഗെയിം പ്ലേ നമുക്ക് സ്നൈപ്പർ ഫ്യൂരി എന്ന് പറഞ്ഞ ഗെയിം എല്ലാവരും പാർട്ട് 3 നമുക്കിനി വരുന്നുണ്ട്. പാർട്ട് 2 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. അപ്പോൾ പാർട്ട് 3 നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു അനൗൺസ് നടത്താം. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം അക്ഷയ് പ്രോ ഗെയിമർ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഞാനാണെങ്കിൽ ഇപ്പം 2-3 ഇത് വയ്ക്കുക. എന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്ന ദിവസം മാത്രമേ എനിക്ക് ഇത് യൂട്യൂബ് ഗെയിം പ്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗെയിം പ്ലേ ഇടണതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ദിവസം എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ എന്നാണ് എനിക്ക് പറ്റുന്ന ദിവസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ എൻ്റെ ഒരു ടൈം അനുസരിച്ച് പഠിക്കുകയാണ്, 10 പഠിക്കുകയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു രീതി അനുസരിച്ചെന്ന് വെച്ചാൽ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ എന്നാണ് എനിക്ക് പറ്റുന്ന ദിവസങ്ങൾ. അപ്പോൾ അതിൽ ടൈം എന്ന് പറയുന്നത് 7:30 PM to 9 o'clock ഉള്ളിൽ നിങ്ങൾക്ക് ഏത് സമയം വരെ നിങ്ങൾക്ക് ഗെയിം പ്ലേ വീഡിയോ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതാണ് ഫസ്റ്റ് പറയാനുള്ളത്. വെച്ചാൽ എനിക്ക് ഇപ്പോൾ പഠിക്കാനുള്ള 10ാം ക്ലാസ് നിങ്ങൾക്ക് അറിയാമല്ലോ, 10 പഠിക്കാൻ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും SSLC പരീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ എന്ന ദിവസങ്ങളാണ് എനിക്ക് കംഫോർട്ട്. അപ്പോൾ നിങ്ങൾ ആ സമയം ഇപ്പം നമ്മൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നതുകൊണ്ട് ഇനിയിപ്പം ട്യൂസ്ഡേ സെൻറ്റർ വൈകുന്നേരം പറ്റുള്ളൂ. രാവിലെ ഞാൻ വെച്ചൊരു 10 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കി. നമുക്ക് 10 മണിക്ക് കഴിയുമ്പോൾ നവംബർ 1 തൊട്ട് സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. 7:30 to 9 o'clock എന്ന് വെച്ചാൽ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ എടുത്തേ ഉള്ളൂ. പക്ഷേ എനിക്ക് കമ്പ്യൂട്ടറാണ് ഷെഡ്യൂൾ ചെയ്യായിരുന്നു, ഇങ്ങനെ സമയം ഫിക്സ് ചെയ്തത്. പക്ഷേ ഫോണിലായതുകൊണ്ടും എനിക്ക് ഇത്തിരി പാടാണ്. വെച്ചാൽ അത് എപ്പോഴാണോ കറങ്ങി നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ നെറ്റും വേണം, ഇതിന് നെറ്റ് എടുക്കുമ്പോഴത്തേക്കും നല്ല നെറ്റ് നമുക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇന്ന് വൈകുന്നേരം 7:30 to 9 മണിക്കുള്ളിലായിരിക്കും എൻ്റെ വീഡിയോസ് അപ്ലോഡ് ആവുന്നത്. എന്ന് വെച്ചാൽ ചൊവ്വ, വ്യാഴം, വെള്ളി ആൾട്ടർനേറ്റീവ്സ് ആയിട്ടാണ്. അപ്പോൾ 7:30 തൊട്ട് 9 മണിക്ക് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പം നമ്മുടെ ഷൂട്ടിങ്ങിനെ ഇപ്പോൾ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ മാത്രമേ ഇനി വീഡിയോ വരത്തുള്ളൂ. അപ്പോൾ ഇനി എന്ന് വെച്ചാൽ ഇപ്പം റെക്കോർഡ് ചെയ്യുന്ന ദിവസത്തെ നമ്മുടെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോസ് വരുന്നത് 19-ാം തീയതി തൊട്ടാണ്. അപ്പോൾ നബിദിനം തൊട്ടാണ് നമുക്ക് വീഡിയോസ് വരണത്. വെച്ചാൽ ചൊവ്വ, വ്യാഴം, ശനി. അപ്പോൾ ഈ 19-ാം തീയതി തൊട്ടാണ് നമ്മുടെ ഇത് സ്റ്റാർട്ടാകുന്നത്. വെച്ചാൽ ഇന്ന് പല റെക്കോർഡ് ചെയ്യണം. അപ്പം നാളെ തൊട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ 19 കഴിഞ്ഞാൽ നമുക്ക് 21, പിന്നെ 23 ആയിരിക്കും വരണത്. അപ്പം ഞായറാഴ്ച അവധിയും ചൊവ്വ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളിൽ രാത്രി 7:30 തൊട്ട് 9 മണി വരെ ആയിരിക്കും നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിം പ്ലേയിലേക്ക് പോകാം. അപ്പം ഗെയിം പ്ലേയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടടുത്ത് തന്നെ ബെല്ലേക്കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്കും ഷെയറും ചെയ്യേണ്ടതാണ്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഡിസ്കോഡിൻ്റെയും ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഡിസ്കോഡ് നമുക്ക് 7 ദിവസമേ വാലിഡിറ്റി ഉള്ളൂ. അപ്പം ഞാൻ ഇന്നത്തെ വാലിഡിറ്റിയാണ് ഇടുന്നത്. അപ്പോൾ ഇനിയിപ്പം ഗെയിം പ്ലസ് വരുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസത്തോളം വാലിഡിറ്റി ആയിരിക്കും ഇടാൻ പോകുന്നത്. വെച്ചാൽ 7 ദിവസം വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ അന്നുള്ള ദിവസങ്ങളിൽ ഡിസ്കോഡ് ലിങ്ക് ആയിരിക്കും അപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം നമുക്ക് എല്ലാവരും സെർച്ച് ചെയ്താൽ ഇൻസ്റ്റാഗ്രാം എന്നിട്ട് അക്ഷയ് പ്രോ ഗെയിം പറഞ്ഞ് അടിച്ചെടുക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് കാണിക്കും. അപ്പോൾ നമുക്കിപ്പം ഗെയിം പ്ലേയിലേക്ക് പോകാം. നമുക്ക് DJ ലോക്കാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത്. 360 വ്യൂവിൽ ഇപ്പം നമുക്കിപ്പോൾ പുതിയ ഇറങ്ങാനുള്ള മാക്സിലൊന്നും 360 വ്യൂവിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം എൻ്റെ ഗിൽഡ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ തന്നെ യൂട്യൂബ് ചാനലുള്ള ഗെയിമാണ് AKP@YT എന്ന് പറഞ്ഞ ഗിൽഡാണ്. ഞാനത് ക്രിയേറ്റ് ചെയ്ത ഗിൽഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജോയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് കയറിയാൽ മതി. AKP അത് പറ്റുന്ന സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കളിച്ചിട്ട് വന്നിപ്പം ഇന്നലെ മെനിഞ്ഞാന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇത് മാക്സ് ഒന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വലിയ കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് നോക്കിയിട്ട് ഇട്ടേ ഉള്ളൂ. മാക്സിൻ്റെ ലോഗിൻ മോൺസ്റ്റർ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ സീസൺ റാങ്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. നമ്മുടെ സിൽവർ, ബ്രോൺസ് താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ റാങ്ക് ആയിരിക്കും ഇനി കളിക്കാൻ പോകണം ഞാൻ ഇനിയിപ്പം. അപ്പം എൻ്റെ കൺട്രോൾസൊക്കെ ആക്കി വെക്കട്ടെ. ഇപ്പോൾ 2-3 ദിവസം നമ്മളിപ്പോൾ എൻ്റെ പ്രാക്ടീസിനൊക്കെ പോയിട്ട് റിക്വയർമെൻറ്റ് കുറേ ഇത് വന്നിട്ടുണ്ട് സൈൻ ഇൻ ബോണസ് ആയിട്ട്. അപ്പോൾ കുറേ നമുക്ക് ക്ലെയിം ചെയ്യാനുണ്ട്. നമ്മൾ ലെവൽ 1 കിടക്കുകയാണ്. ഇപ്പം മെമ്പർ ലിസ്റ്റ് എന്ന് പറയുന്നത് ഞാനും എൻ്റെ കൂട്ടുകാരന് മാത്രമേ ഉള്ളൂ മെമ്പർ ലിസ്റ്റിൽ. ഇനിയിപ്പോൾ പിന്നെ ഇനിയിപ്പം പുതിയ നമുക്ക് ഈ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. അത് ഇവൻറ്റ് നിങ്ങൾ കണ്ടോന്ന് അറിഞ്ഞുകൂടാ. ഈ ടോക്കൺസ് കിട്ടുന്ന ഇവൻറ്റ് കണ്ടു. പിന്നെ ടോപ്പപ്പ് ചെയ്യാൻ നമുക്ക് ഇതുപോലത്തെ ഇമോട്ട് കിട്ടും.
അതാണ് ക്ലെയിം ചെയ്യാൻ നമുക്ക് ലോഗിൻ വൺ ഡേ വന്നിട്ടുണ്ട് ക്ലെയിം. പിന്നെ യെസ്റ്റർഡേ എനിക്കൊരു ക്യാറ്റ് കിട്ടിയായിരുന്നു, എൻ്റെ കൂടെ ലോഗിൻ ബോണസോടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഏതാണെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എക്യുപ്പ് കൊടുക്കാം. നമുക്ക് എന്നിട്ട് നമുക്കൊന്ന് കളിച്ച് നോക്കാം. അതുകൊണ്ട് നമുക്ക് എക്സ്ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അത് കോയിൻസിൻ്റെ ഇത് ഞാൻ ചെയ്യതെന്ന് വെച്ചാൽ എനിക്കാണ്ട് ഈ ഒരു ബണ്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണാൻ പറ്റുന്നുണ്ട് ഈ ബണ്ടിൽ താഴത്തെ ഏറ്റവും ലാസ്റ്റാണ് ഈ ബണ്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബണ്ടിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വഴിക്ക് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വെച്ച് അതെടുക്കാമെന്ന്. അപ്പോൾ അതായിരിക്കും എടുക്കാൻ പോകണം. പിന്നെ ഞങ്ങളുടെ ഗോൾഡ് വരണമെന്ന് വെച്ചാൽ ഈ 17 എന്ന് വെച്ചാൽ ഇന്നലെ തൊട്ട് നമുക്കിത് ആക്സസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് എങ്ങനെ ഈവൻ ടൈം 17 എന്ന് കാണിച്ചേക്കണല്ലേ, അത് 17-ാം തീയതി. അപ്പം വന്നിട്ടുണ്ട്. പക്ഷേ അത് കാണിച്ചിട്ട് ഇതിൻ്റെ ടൈം കാണിക്കുന്നത് 17 ഒക്ടോബർ 20 പക്ഷേ എനിക്ക് വന്നിട്ടില്ല. എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ വലിയൊന്നും പ്രതീക്ഷിക്കാം. നമുക്ക് വേണ്ട ഇതൊക്കെ ഇപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ അത് വന്നിട്ടേ ഉള്ളൂ. എക്സ്ചേഞ്ച് ചെയ്യേണ്ട ഇത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് FF ചെസ്റ്റാണ്. ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് ഫാൾ ചെസ്റ്റാണ്. അപ്പോൾ ഡ്രോപ്പായിട്ടാണ് വരണം നമുക്ക്. എന്നാൽ പിന്നെ നമുക്ക് അത് വരണം വേണ്ട. പിന്നെ നമുക്ക് ഇമോട്ടുള്ളതെന്ന് വെച്ചാൽ അതാണ്ട് ഈ ഒരു ഇമോട്ടുണ്ട്, എനിക്ക് കാണിച്ചു തരാം ഗൈസ്. കളക്ഷൻസ് അതാണ്ട് ഈ ഇമോട്ടിൻ്റെ പേര് കോങ്ഫു എന്ന് പറഞ്ഞ ഇമോട്ടാണ്. ഇതുണ്ട്. പിന്നെ ഇത് നമുക്ക് ഫസ്റ്റത്തെ എനിക്ക് തോന്നുന്നു ഫ്രീ ഫയർ നമ്മൾ ഫസ്റ്റ് എടുത്ത സമയത്ത് നമുക്ക് കിട്ടിയ ഇതാണ് ഗെയിം പ്ലേ ആയിട്ട് വരണം ഇതായിരുന്നു ഫസ്റ്റ്. എന്ന് വെച്ചാൽ ലോഗിൻ ചെയ്തതിൻ്റെ അതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ ഇതുണ്ട് ഡേഞ്ചറസ് ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഇതുണ്ട്. പിന്നെ ഇത് ലെറ്റ്സ് ഗോ എന്നും പറഞ്ഞിട്ടുള്ള ഇത് ഈ മോഡാണ്. ഇതെനിക്ക് ഞാൻ ഫസ്റ്റ് ഫ്രീ കിട്ടിയതാണ്. ഇനിയിപ്പോൾ ഇത് രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എക്യുപ്പ് ഡൗൺലോഡ് ആവണല്ലോ. എനിക്കൊന്ന് വാച്ച് നല്ല MB വരും ഇതിന് തന്നെ. ഇപ്പോൾ കേസ് എൻ്റെ ഇപ്പോൾ കണ്ണെന്ന് പറഞ്ഞാൽ എനിക്ക് MB40 ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഗോൾഡൻ കളർ ആണെങ്കിൽ പോക്കർ. ഇതിൻ്റെ പേര് ഇപ്പോൾ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ഇതിൻ്റെ പേര് MB40 ഡ്രീം ക്ലബ് എന്ന് പറഞ്ഞൊരു MB40 ആർട്ടിബ്യൂട്ട്സ്. റേറ്റ് ഓഫ് ഫയർ കൂടുതലാണ്, റേഞ്ച് കൂടുതൽ. ഇതെനിക്ക് 3 days വാലിഡിറ്റി എന്ന് വെച്ചാൽ ഞാൻ ഈ നമ്മുടെ ചെസ്റ്റ് ഇത് ഓപ്പൺ ആക്കിയപ്പം എനിക്ക് അതിൻ്റെ കൂടെ ലോഗിൻ 3 days എന്ന് പറഞ്ഞിട്ട് 3 days നമുക്ക് കിട്ടിയ ഇതായിരുന്നു അത്. അപ്പം നമുക്ക് ഇനിയിപ്പം നമുക്ക് കുറേ നേരം നമ്മൾ പറഞ്ഞു വരുന്നപ്പോൾ നമുക്ക് ഗെയിം പ്ലേയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ക്യാരക്ടർ എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ക്യാരക്ടർ ഏതാണ്, ക്യാരക്ടറിൻ്റെ പേര് നോക്കിക്കോട്ടെ. ഓക്കെ, ബുള്ളറ്റ് ബീസ്. ഓക്കെ, ഇവൻ നമുക്ക് DB എനിക്ക് അറിയാം. എൻ്റെ ഇതെന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടെ. ഇത് നമ്മുടെ വെച്ചാൽ ഇതിൻ്റെ ക്യാരക്ടർ സ്കില്ലൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് CS റാങ്ക് കളിച്ച് നോക്കാം. പിന്നെ ക്യാഷ് ഒന്നും വിചാരിക്കുന്നില്ല. ചിലപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കില്ലാൻ സാധ്യത ഉണ്ട്. വെച്ചാൽ ഞാൻ കുറച്ചാൾ നമ്മൾ ഇതിനോടൊക്കെ ടച്ചൊക്കെ വിട്ട് നിൽക്കുകയായിരുന്നുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ സ്കില്ലൊക്കെ എനിക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പണ്ട് നമുക്ക് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മിക്കവാറും ഒരു സിൽവർ 4 വരെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാക്കായി വന്നത്. ഇപ്പോൾ വീണ്ടും കളിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ സ്നൈപ്പർ ഫ്യൂരിയുടെ പാർട്ട് 3 മിക്കവാറും ഇത് വ്യാഴാഴ്ച ആയിരിക്കും വരാൻ പോകുന്നത്. ഇതിപ്പോൾ ചൊവ്വാഴ്ചത്തേക്കുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ നാളത്തേക്കുള്ള വീഡിയോ. അപ്പം നാളത്തേക്കുള്ള വീഡിയോ എന്നുവെച്ചാൽ ഇനി വ്യാഴാഴ്ചത്തേക്കുള്ള വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്. സ്നൈപ്പർ ഫ്യൂരിയുടെ പാർട്ട് 3 ആയിരിക്കും വരാൻ പോകുന്നത്. ഇതിന് എബിലിറ്റി ഒന്നും കാണുന്നില്ല ഗൈസ് ഈ ക്യാരക്ടറിന്. പിന്നെ നിങ്ങൾക്കിപ്പം ഒരു ഉണ്ട സാധനം ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ പോണ കാണാൻ പറ്റും. പക്ഷേ അതെന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്രത്യേക ആപ്പല്ല, സ്ക്രീൻ റെക്കോർഡിങ് ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് ആപ്പ് ഇട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇത്തിരി ഇതാണ് കാണിക്കുന്നത് അതിനകത്ത് വരണത്. അതുകൊണ്ട് അവിടെ കൂടെ എനിമീസൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, എനിക്ക് കാണാം. ഒന്ന് പുഷ് ചെയ്യാൻ ഇവിടെ എനിമി വല്ലതും ഉണ്ടാകുന്നൊരു ഡൗട്ട്. അതാണ്ട് ഈ വന്ന ഇവിടെ ഫസ്റ്റ് എനിക്ക് നോക്കുന്നു വെച്ചാൽ എനിക്ക് ഇതിൻ്റെ കൂടെ സ്കില്ലായിട്ട് വലുതായിട്ട് പരിചയമൊന്നുമില്ല. പണ്ടാണെങ്കിൽ നല്ല പ്രോ ആയിട്ട് കളിക്കുമായിരുന്നു. പ്ലാറ്റിനം 4 വരുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിനോട് ടച്ചൊക്കെ എങ്ങ് പോയി. എന്നപ്പോൾ ഇപ്പം എനിക്ക് ക്യാരക്ടറിന് ഇപ്പോൾ സ്കില്ലൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം DJയിലൊക്കെ നമുക്ക് എടുക്കാൻ നോക്കാം. DJയിലൊക്കെ നമുക്ക് എളുപ്പം. പിന്നെ ഇവൻ്റെ റേഞ്ച് പോയെന്ന് തോന്നുന്നു. ഉണ്ട്, എല്ലാവർക്കും നല്ല അടി കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവൻ്റെ തീരുമാനമായിട്ടുണ്ട്. പൊളി, അവൻ നല്ല പ്ലെയർ. ഒരു നോക്ക് അടിച്ചിട്ട് അവൻ പോയി. മറ്റേ റേഞ്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ഇപ്പോൾ എലിമിനേറ്റ് ആവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളി നമ്മളിപ്പം തോറ്റിട്ടുണ്ട്, ഡിഫീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് കളി പോവാം. പിന്നെ സ്നൈപ്പർ ഫ്യൂരിയുടെ പാർട്ട് 3 വ്യാഴാഴ്ച ആയിരിക്കും വരാൻ പോകുന്നത്. നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്ത നമുക്ക് പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ മതി. മുമ്പ് എനിക്ക് വരെ ഇവിടെ ഗ്ലൂ വാളിയാണ്. അപ്പോഴാണ് നിങ്ങൾ
ചോദിക്കണം ഒരാൾ ചോദിച്ചു. അപ്പം സ്നൈപ്പർ ഫ്യൂരിയുടെ നമ്മുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി ഇതിൻ്റെ അകത്തോട്ട്. ഗൂഗിൾ എൻ്റെ ചാനൽ വരുന്ന പ്ലേലിസ്റ്റ് നോക്കുമ്പോൾ അത് കാണിക്കും. സ്നൈപ്പർ ഫ്യൂരി എന്നും പറഞ്ഞ് കാണിക്കും അതിൻ്റെ അക്കൗണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2 ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാർട്ട് 3 വ്യാഴാഴ്ച വരുന്ന കാണിക്കും. പിന്നെ നമ്മുടെ അൾട്രാ ഗെയിമിനായിട്ട് സമയം നിർത്താൻ പറ്റത് ഭയങ്കര കുറേ പേര് പറഞ്ഞത് ബോർ ഗെയിമാണ് ചേട്ടാ, നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഗെയിംസ് വരാണെങ്കിൽ സജസ്റ്റ് ചെയ്താൽ ഞാൻ ഇതിലിടുന്നതായിരിക്കും. ഓക്കെ, ഒരു നോക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഡെസേർട്ട് ഈഗിൾ നമുക്ക് പൊളി വാക്കാണ് എനിക്ക്. ഫസ്റ്റ് ബ്ലഡ് എൻ്റെ വക. ഇപ്പം ഇവിടെ നിന്ന് നാട്ടിൽ കിടക്കട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ ഓ ഗായ്സ് താണ്ട് കൊടുത്ത് നിൽക്കുന്നു. പണി കിട്ടുമോ? നോക്കായ ഓ കളിച്ചവൻ നോക്കെ നന്നായി ഗൈസ്. അയ്യോ അടി എൻ്റെ അമ്മച്ചി എവിടുന്ന് നല്ല അടിയിട്ടുണ്ട് ഗൈസ്. പുറകിട്ട് ഞാൻ നോക്കാം. ഓ ഗൈസ് നമ്മൾ വിക്ടറി അടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഇമോട്ട് കാണിച്ചേക്കാം. ടൺ 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 ടൺ. അത് കാണിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഗൈസ് ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ FFൻ്റെ ഗെയിം പ്ലേ പ്രതീക്ഷിക്കുക. ഇനിയിപ്പം വരണ ദിവസങ്ങളിൽ ഞാൻ മിക്കവാറും ഇതും ഇടും. അതിൻ്റെ കൂടെ നമ്മുടെ PC-യുടെ ഗെയിംസ് ഇടും. ഇപ്പോൾ ഫോണിലാണ് ഞാൻ കളിക്കുന്നത്. അത് PC-യിൽ അവൈലബിൾ ആണ്, പക്ഷേ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നോക്കിയായിരുന്നു അതിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്യാൻ കുറേ എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇത് ഫോണിൽ കളിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇത് ഇടാൻ പോകുന്നത്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് നമ്മുടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഗെയിം നിങ്ങൾക്ക് അറിയാം ഏതായിരുന്നു. നമ്മുടെ സെക്കൻഡ് ഗെയിം ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ മുമ്പ് ഫസ്റ്റ് ഇട്ട ഗെയിംസാണ് അതൊക്കെ. നമ്മൾ ഫസ്റ്റ് ഗെയിംസ് നോക്കിയാണ് നല്ല റിവ്യൂ ഒക്കെ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ. അപ്പം ഇതിപ്പം എൻ്റെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെന്ന് വെച്ചാൽ വ്ളോഗ് ചാനലായിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴേ തുടങ്ങണമെന്ന് ആഗ്രഹമില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓഹോ താണ്ടോ. ഓക്കെ ഹെഡ്ഷോട്ട് ചോദ്യത്തിന് നോക്കാക്കിയിട്ടുണ്ട് ഞാൻ. M1 8 ഇവിടെ നിന്ന്. അപ്പം നമുക്ക് ബാക്കിൽ നടിയിട്ട് നമ്മളങ്ങനെ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ഷോട്ട് അടിച്ചാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പം കളിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ഒരു കില്ല് എനിക്കിപ്പോൾ എത്ര കില്ലുണ്ട്? എനിക്കിപ്പോൾ 2 കില്ലുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിപ്പോൾ ഞാൻ ബ്രോൺസ് കൊടുക്കണം. അപ്പോൾ നമുക്കിനിപ്പോൾ ഒരു ഗോൾഡാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നല്ല പ്ലെയേഴ്സൊക്കെ ഉണ്ട്. ഇവനൊക്കെ നല്ല പുള്ളി പ്ലേയേഴ്സ് ഒന്നും തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ഡെസേർട്ടിൽ വെച്ച് കളിക്കാൻ നമുക്ക് എളുപ്പമാണ്. 1 ടാപ്പ് കളിക്കാൻ. പക്ഷേ 1 ടാപ്പ് പണ്ട് എനിക്കറിയാം. പിന്നെ M1 8 അതിൻ്റെയൊക്കെ സ്കിന്നൊക്കെ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് എൻ്റെ വേറൊരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ട് ഞാൻ കൊടുത്തു. ഇപ്പോൾ വേറെ സെക്കൻഡ് അക്കൗണ്ടാണ് ഇപ്പോൾ കളിക്കുന്നത് എൻ്റെ. ഓക്കെ എവിടെ ഒരു എനിമി ഉണ്ട്. അവൻ കണ്ടിട്ട് അവൻ ഓടും. അവൻ എൻ്റെ ലൂട്ട് എടുക്കണം. ഓക്കെ എടാ വെണ്ണം മാറ്റി ചേഞ്ച് അടിച്ച്. ഓക്കെ അവൻ നോക്കായിട്ടില്ല. അപ്പോൾ നമ്മുടെ കളി തോറ്റു. നമുക്ക് നല്ല ഇതാണ് നമ്മുടെ വൂങ്കോങ്ങിൻ്റെ ക്യാരക്ടർ എനിക്കുണ്ട്. ഞാനിപ്പോൾ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് വൂങ്കോങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ DJ ലോക്കിൻ്റെ കൂട്ടം ടോപ്പ് ചെയ്ത് തന്നെയാണ് വൂങ്കോങ്ങിൻ്റെ ക്യാരക്ടർ. ഇപ്പോൾ അടുത്ത കളിക്ക് ഞാൻ വൂങ്കോങ്ങിൻ്റെ എടുക്കാനാണ് ചാൻസ് മിക്കവാറും. എന്ന് വെച്ചാൽ അതാണ് നമുക്ക് എളുപ്പം. സ്കില്ലായിട്ട് എടുക്കുമ്പോൾ അത് നമുക്ക് എളുപ്പമാണ്. അതിന് $700. പിന്നെ നമ്മുടെ ബീച്ച് ബഗി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചുള്ള ഗെയിമാണ്. എന്തായാലും നമുക്കിത് ഇടാൻ വേണ്ടി ഫസ്റ്റത്തെ ഇതാണ് ബീച്ച് ബഗി ഇട്ടെന്നേ ഉള്ളൂ. ചിലപ്പോൾ അതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചാൽ പാർട്ട് 2 വേണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്ന് വെച്ചാൽ കൊച്ചുള്ള ഗെയിമൊക്കെ നമ്മൾ കളിച്ചിട്ടിട്ട് അത് ബോറല്ലേ. എൻ്റെ ഒപ്പീനിയൻ പാർട്ട് 2 വേണ്ട എന്നാണ്. നമുക്ക് പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പുറത്ത് നിൽക്കുന്ന പ്ലേയേഴ്സ് നല്ല പൊളി പ്ലേയേഴ്സാണ് കണ്ടിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ അതാണ്ട് അവർക്കാണ് ഇപ്പോൾ 2 കളി ഇപ്പോൾ അവർക്ക് എടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഞാൻ ബാക്ക് വഴി കയറിയിട്ട് ഒരു സ്റ്റാറ്റിക് മൂവ് എടുക്കാൻ നോക്കുകയാണ്. എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും അവിടെ നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ 1 ലൈക്ക് ഇട്ടിട്ടുണ്ട്. ഒരാൾ ലൈക്ക് ഇട്ടിട്ടുണ്ട് എനിക്ക്. എവിടെ എനിക്ക് എനിമിയെ കണ്ട്. പക്ഷേ ഓക്കെ കളിച്ചിട്ടുണ്ട്. സ്കില്ല് കില്ലെടുത്തിട്ടില്ല ഞാൻ.
ഓക്കെ, ആ വീടിൻ്റെ അകത്ത് ഇപ്പോൾ 2 പേരുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എനിക്ക്. ഇതിനകത്ത് കാണിക്കുന്ന 2 പേരുണ്ടെന്നാണ്. അപ്പോടാ അത് എന്നെ മുമ്പ് വന്നു വൂങ്കോങ്ങിൻ്റെ ക്യാരക്ടർ. ഭയങ്കര മോടെ ഞാൻ കണ്ടിട്ട് തോന്നുന്നു. മറ്റും പോണ് അവൻ്റെ എത്തിമാനാക്കിയിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഒരാളും കൂടെ ഉണ്ട്, അതെവിടെ നമുക്ക് കണ്ടുപിടിക്കണം. 2 പേരോട് നെറ്റ് ഓരോ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വിക്ടറി എന്നൊക്കെ ഒരു ഇമോട്ടാണ് ചോദിച്ചിരിക്കുക. ടണ്ടക്ക ടണ്ടക്ക ടണ്ടക്ക. അപ്പോൾ നമുക്ക് അടുത്ത കളിയിൽ മിക്കവാറും ഡിജോ ഒക്കെ ഇടാൻ പോകുന്നത്. നമുക്ക് M97 എടുക്കാം. പിന്നെ പുതിയ വെസ്റ്റ് എടുക്കാനുള്ള ഈ കാശില്ല. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് എന്നോട് കളിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ID താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ഇട്ടാൽ മതി. ഫ്രീ ഫയർ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ഇടേണ്ടതാണ്. ഈ ക്യാരക്ടറിന് എന്തോ എബിലിറ്റി കണ്ടിട്ട് തോന്നുന്നു. എനിക്ക് ഒന്ന് ഓടാൻ നല്ല സ്പീഡുണ്ട്. ക്യാരക്ടർ നല്ല ഓടാൻ നല്ല സ്പീഡ് ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രം കാണത്തുള്ളൂ ഇതിൻ്റെ എബിലിറ്റി. ചില സമയത്ത് ഈ സൈഡിൽ കൂടെ ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഞങ്ങൾ ഫസ്റ്റ് കളിക്കുന്ന സമയത്തൊക്കെ എൻ്റെ സൈഡിൽ കൂടെ ആൾക്കാർ വന്നിട്ട് ഓടി വരണ കാണാം നമുക്ക്. ഓ, ഇവിടെ നല്ല എനിമി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അയ്യോ, അത് മേളിലല്ല പോയത്. ഇതിപ്പോൾ മേലോട്ട് പോയിട്ടുണ്ട്. മേളിൽ പോയിട്ട് പക്ഷെ അത് ആരും കൊണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് സൈഡിൽ കൂടെ സ്റ്റാർട്ടിങ് മൂവ് നടത്താം. പക്ഷെ അവർ ഹെൽപ്പ് മീ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എവിടെ നിന്ന് പോയാൽ മാത്രമേ ഹെൽപ്പ് മീ ചെയ്യാൻ പറ്റത്തുള്ളൂ. പോടാ, 2 മൂവ്. പോടാ പോടാ പോടാ. ഓക്കെ, 2 പേര് കിട്ടിയിട്ട് നമ്മളിപ്പം മിക്കവാറും ഉള്ളതിൽ ഞാൻ സജസ്റ്റ് എന്ന് വെച്ചാൽ ഓപ്പൺ ഏരിയകൾ നമ്മൾ നടന്ന ഗ്ലൂ വാൾ അപ്പം നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഗ്ലൂ വാൾ നമുക്ക് ഓപ്പൺ ഏരിയ മസ്റ്റാണ്. നമുക്ക് ഗ്ലൂ വാൾ ജീവൻ കളിക്കാം ഓപ്പൺ ഏരിയ പോകുമ്പോൾ. ഞാൻ ഇവിടെ പോയിട്ട് MP40 എടുക്കാൻ നോക്കട്ടെ ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു ഇപ്പോൾ എനിമിയെ കാണിച്ചു തന്നു. ഇവിടെ പോയി എനിക്കൊന്ന് മേളത്തെ ഇതിലാന്ന് തോന്നുന്നത് ഉള്ളതെന്ന് തോന്നുന്നു ഗൈസ് കണ്ടിട്ട്. ഓക്കെ, ആ കില്ല് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അങ്ങനെയും 3rd റൗണ്ട് പിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി ഒരു റൗണ്ട് കളിച്ചാൽ നമ്മൾ കളി ജയിക്കും. നല്ലൊരു ഗെയിം പ്ലാൻ എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് പണ്ടൊക്കെ നമ്മളതിൻ്റെ പുറകിൽ സുസ്തായി കളിച്ച് പോകണമായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ വലുതായിട്ട് ഇതിൻ്റെ ടച്ചൊക്കെ ഇപ്പോൾ ക്ലാസ്സും ഇതൊക്കെ വരുന്നതുകൊണ്ട്. അപ്പം ഗൈസ്, നിങ്ങൾ ഓർത്തോണം, ഇനിയിപ്പോൾ ചൊവ്വ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളിൽ മാത്രമേ നമ്മുടെ ഗെയിം പ്ലേ ഉള്ളൂ. നിങ്ങൾ ഓർത്തോണം, മറക്കല്ല്. എൻ്റെ ഇടയ്ക്ക് വെച്ച് വല്ലപ്പോഴും ഗെയിം പ്ലേ വരും ചിലപ്പോൾ. എൻ്റെ കൈ എന്നറിയാന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടാണ് വീഡിയോസ്. ഇപ്പോൾ ചൊവ്വാഴ്ച എനിക്ക് വരും എക്സ്ട്രാ ട്യൂഷൻ വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പം വ്യാഴാഴ്ച എടുത്തേക്കും. അങ്ങനെ ആയിരിക്കും. ചിലപ്പം മാത്രം മാറും. എല്ലാ സമയത്തും ഇത് മിക്കവാറും ഞാൻ എടുക്കുന്നതായിരിക്കും. ഞാൻ വിടാൻ പരമാവധി ശ്രമിക്കും. എവിടെ ഇപ്പോൾ എനിമി ഞാൻ കണ്ടു. ഓക്കെ, അപ്പട. ഓക്കെ, ഒരു കില്ല് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എനിക്കൊന്ന് 3. ഓക്കെ, ഇവിടെ മൊത്തം നിമിഷമാണല്ലോ. ഓടാ. ഓക്കെ, 1 2. ഓക്കെ, അത് അവരുടെ ടീമേറ്റ്. ഓക്കെ, ഒരുത്തണ്ട് ഓടി വരണം. നമുക്ക് വീട്ടിൽ കയറാം. ഗൈസ്, ഒരാളെ കൊണ്ട് ഓടി വരണം കണ്ടു. പിന്നെ ഇപ്പോൾ അവനെ കണ്ടിട്ടില്ല. നമുക്കൊന്ന് ഓടി ബാക്ക് വലിയതാണ് നമുക്ക് നല്ലത്. നമ്മുടെ അതായിരിക്കും നല്ലത്. ഈ ഗ്ലൂ വാൾ ചെയ്ത് നമുക്ക് ചാടി മുന്നോട്ട് പോകാം. ഇവിടെ ഒരു എനിമി കണ്ടു. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ജയിച്ചിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് കളി അങ്ങനെ ബൂയെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഗെയിം പ്ലേയിലേക്ക് പോകുന്നില്ല. നമ്മൾ ഈ വീഡിയോ ഓടിച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് തൊട്ടുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ നമ്മുടെ ബ്രോൺസ് 1 എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ബ്രോൺസ് നമ്മുടെ ഹീറോ കളിക്കാൻ നമുക്ക് നോക്കാം.
4 കിലോ എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് തേർഡ് പൊസിഷനിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി നിൽക്കുന്ന ആൾട്ടർനേറ്റ് ഡേയിലാണ് നമ്മുടെ ഇത് വീഡിയോ വരുന്നത്. ചൊവ്വ വേണം ശനി. ടൈം എന്ന് പറയുന്നത് 7:30 തൊട്ട് 9 മണി വരെയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ചെയ്യാൻ അവസാനിപ്പിക്കാൻ ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ടിപ്സ് ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.